ദൈവമാകുന്ന പരിശുദ്ധ ദൈവത്തിൻ്റെ അതിമനോഹരമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കപ്പെടുന്നതായ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഈ നാളുകളിൽ നാം ഏറ്റവും ശ്രമിക്കാറുണ്ട്. നമ്മൾ ശ്രമിക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് വീട്ടിൽ അപ്പനും അമ്മയും മക്കളും കുഞ്ഞുങ്ങളും സ്വന്തക്കാരും മറ്റ് സഹോദരങ്ങളും എല്ലാവരോടും നമ്മൾ അറിയിക്കേണ്ടതുമാണ്. ദൈവം നമ്മളെ അതിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ദൈവം അത് കേൾപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ആ രക്ഷ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ അനുദിനം വഴി നടത്തുന്ന നല്ല സ്നേഹത്തിനായി കർത്താവെ, അവിടുത്തെ വഴികളിൽ അവിടുത്തെ നന്മയിൽ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവിടെ ഇടവരുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവനാമത്തിൻ്റെ അതിമനോഹരമായ ആ നാമത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരായ നാം എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയൊരു സത്യം നമ്മുടെ ജീവിതത്തിൽ മുടിയനായ പുത്രൻ്റെ ഉദാഹരണമാണ്. ആ മുടിയനായ പുത്രൻ്റെ ഉദാഹരണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. എന്നാൽ ആ മുടിയനായ പുത്രൻ അപ്പനോട് അവകാശം ചോദിച്ചു. അപ്പാ, എൻ്റെ അവകാശം എനിക്ക് തരണമേ. ഞാൻ മറ്റ് സ്ഥലങ്ങളിൽ പോയി സമ്പാദിക്കുവാനും ജോലി ചെയ്യുവാനും ആഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞിരിക്കാം. അവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ അവകാശം വാങ്ങിക്കൊണ്ട് ദൂരെ സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ അവൻ പോവുകയാണ്. അവിടെ പോയി കയ്യിലുണ്ടായിരുന്ന ധനമെല്ലാം മറ്റുള്ളവരാൽ കൊള്ളയടിക്കപ്പെട്ടു. പലവിധമാകുന്ന അനാവശ്യമായ കാര്യാദികളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതം തകർത്ത് തരിപ്പണമാക്കി. അവസാനം അവിടെ പന്നികൾക്ക് കൊടുക്കുന്ന വാളവിര ഭക്ഷിക്കേണ്ടതായ ഒരു അവസ്ഥ വന്നു. പ്രിയ സഹോദരങ്ങളെ, പരീക്ഷയെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇവിടെ ഈ മനുഷ്യനും ഒരു പരീക്ഷ നേരിടുകയാണ്. ദൈവം നമുക്ക് മാതൃകയായിരിക്കുന്നു. യേശു നമുക്ക് മാതൃകയായിരിക്കുന്നു. എപ്രകാരമാണ് ദൈവം നമ്മളെ കാണുന്നത്, നമ്മൾ എപ്രകാരം മനുഷ്യനെ കാണണമെന്നും ഇത് മാതൃകയായി ദൈവം തന്നിരിക്കുന്നു. ഈ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട്, ഈ മുടിയനായ പുത്രൻ അവിടെ ഇരുന്നു കൊണ്ട് ഒരു ചിന്തയുണ്ടായി. അതാണ് മാനസ അന്തരം, അതായത് മാറ്റം, മനസ്സിൻ്റെ മാറ്റം. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാകുമായിരുന്നു. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാകുമായിരുന്നു. എനിക്ക് സേവകന്മാരുണ്ടാകുമായിരുന്നു. എനിക്ക് കാലിൽ ചെരുപ്പുണ്ടാകുമായിരുന്നു. നല്ല വസ്ത്രമുണ്ടാകുമായിരുന്നു. വസ്ത്രം ഇങ്ങനെ നാറില്ലായിരുന്നു. എൻ്റെ ശരീരത്തിൽ കുളിച്ചിട്ട് ദിവസങ്ങളായി. എനിക്ക് കിടക്കാൻ നല്ലൊരു സ്ഥലമില്ല. എനിക്ക് കയ്യിൽ കാശില്ലാതെ ഇങ്ങനെ ഈ പന്നികൾക്ക് കൊടുക്കുന്ന വാളവരെ ഭക്ഷിക്കേണ്ടതായ സാഹചര്യം വരില്ലായിരുന്നു എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ പിതാവിൻ്റെ അടുക്കലേക്ക് ആ സന്ദേശം എത്തിയെന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ആ മകൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹത്തോടെ അവൻ മടങ്ങി വരികയാണ്. ഇത് അപ്പൻ മനസ്സിലാക്കിക്കൊണ്ട്, മകൻ ദൂരെ നിന്ന് വരുന്നത് തന്നെ മനസ്സിലാക്കിക്കൊണ്ട്, പ്രിയ സഹോദരങ്ങളെ, ഈ അപ്പൻ ഓടിച്ചെന്ന് അവനെ എന്ത് ചെയ്യാണ്? കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ സന്ദർഭമാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. സമാഗമന കൂടാരത്തിൽ അവിടെ 2000 അടി വ്യത്യാസത്തിൽ ലേവ്യരൊക്കെ താമസിക്കുന്ന സമാഗമന കൂടാരത്തിൽ പാപം ചെയ്തതായ ഒരു മനുഷ്യൻ ആടിനെ കൊണ്ട് അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ആ സമാഗമന കൂടാരത്തിനകത്തേക്ക് പ്രവേശിക്കുകയും അവിടെ ഒരു പുരോഹിതൻ സ്വീകരിക്കാൻ നിൽക്കും. തിരശീല എന്ന് പറയുന്നത് കർത്താവാണ്. അതുപോലെ നമ്മുടെ പുരോഹിതൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. അവിടെ കൊണ്ടുപോയി പാപം ചെയ്തതായ മനുഷ്യൻ ആടിൻ്റെ മേൽ കൈവച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ കൈ കൊണ്ട് തന്നെ, പാപം ചെയ്ത മനുഷ്യൻ്റെ കൈ കൊണ്ട് തന്നെ ആടിനെ അവൻ എന്ത് ചെയ്യുന്നു? പാപം ഏറ്റുപറഞ്ഞറുക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, കുഞ്ഞാടും ദൈവത്തെ സൂചിപ്പിക്കുകയാണ്, യേശുവിനെ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, നമ്മൾ എത്രത്തോളം ദൈവത്തിൻ്റെ മാതൃകയിൽ ആയിരിക്കുന്നു എന്നുള്ളത്. മുടിയനായ പുത്രൻ ഈ മനുഷ്യനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. പലപ്പോഴും ഈ ആട്, മനുഷ്യർ കൊണ്ടുവരുന്ന ആട്, മനുഷ്യൻ ചെയ്ത പാപം വലിയ പാപമാണെങ്കിൽ ഈ ആട് വീണു പോകാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നാം മനസ്സിലാക്കേണ്ടത്, യേശു അപ്രകാരം വീണു.
പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്തു നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് ഞാൻ അത് മനസ്സിലാക്കുവാൻ വേണ്ടി പറഞ്ഞത് മാത്രമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മുടിയനായ പുത്രനെ അവൻ്റെ അപ്പൻ നോക്കുമ്പോൾ അവൻ്റെ കാലിലെ ചെരുപ്പ് നഷ്ടപ്പെട്ടിരുന്നു, അവൻ്റെ അടയാളമായിരുന്ന മോതിരം നഷ്ടമായിരുന്നു, അവൻ്റെ വസ്ത്രമെല്ലാം കീറി നാറ്റം വെച്ചിരുന്നതായ ഒരവസ്ഥയായിരുന്നു. അവൻ കുളിക്കാത്തവനായി, വൃത്തിയില്ലാത്തവനായി. ആത്മീയമായി ചിന്തിച്ചാൽ അവൻ യഥാർത്ഥ വിശ്വാസ കുടുംബത്തിൽ നിന്ന്, യഥാർത്ഥ ദൈവത്തിൽ നിന്ന് അവിടെ ഫോഷ്കിൻ്റെ ആരാധനയിലേക്ക് അവൻ കടന്നുപോയി. കാരണം വാളവര എന്ന് പറയുന്നത് എന്താണ്? ഉളുപ്പിനെടുത്ത ചോള, ഉളുപ്പിനെടുത്ത ഗോതമ്പ്, അതുപോലെ പുഴുവരിച്ച അരി, ഇങ്ങനെ എല്ലാമുള്ള വേസ്റ്റായ സാധനങ്ങളെ മിക്സ് ചെയ്ത് കിട്ടും. അതാണ് പന്നിക്ക് കൊടുക്കുന്നത്. അതായത് എല്ലാ വചനങ്ങളും എല്ലാം കട്ട് ചെയ്ത് പല വചനങ്ങളെ മാറ്റി മറിച്ചും എല്ലാം കേൾക്കാൻ ഇമ്പസ്വരമുള്ളതായ ഒരവസ്ഥയിലേക്ക് നീങ്ങി. അപ്പോഴാണ് അവൻ്റെ ജീവിതം കഷ്ടത്തിലേക്ക് വഴിമാറിയത്. അതാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചത്. പരീക്ഷയിൽ വീണുപോയാൽ പാപിയായി തീരും. അപ്പോൾ പരീക്ഷയിൽ ജയിച്ചാൽ ദൈവത്തിൻ്റെ പൈതലായി തീരും. ഇവിടെ അവൻ ജയിക്കുവാൻ കാരണമുണ്ടായി. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവൻ മടങ്ങി വന്നു, അവനെ കെട്ടിപ്പിടിച്ചു. ആ വീട്ടിൽ മുഴുത്തതായ മൃഗത്തെ വെട്ടി അവിടെ എന്ത് ചെയ്തു? ആഹാരം ഉണ്ടാക്കുന്നു. അവന് അവിടെ നിലയെങ്കി അവനെ ധരിപ്പിക്കാൻ കൊടുക്കുന്നു. അവൻ്റെ കാലിൽ ചെരുപ്പ് കൊടുക്കുന്നു, മോതിരം കൊടുക്കുന്നു. പുതിയൊരു മനുഷ്യനായി മാറുകയാണ്. ഒരു മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, സർവ്വലോകം നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അതുപോലെ ഒരു മനുഷ്യൻ ദൈവത്തെ നേടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. യേശു പറഞ്ഞതാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. പക്ഷേ ഇന്ന് ക്രിസ്തീയ മണ്ഡലത്തിൽ അനേകം ദുരാത്മാക്കൾ പല മനുഷ്യരിലൂടെയും ദൈവത്തിൻ്റെ വചനങ്ങളെ വിശ്വസിക്കാതെ പിശാചിൻ്റെ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് അനേകരെ പറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുന്നു. കൊറോണ വന്നപ്പോൾ മാത്രം ഇവരെന്നും കാണാനില്ല. അത്ഭുത രോഗശാന്തിയുമില്ല, അത്ഭുത അടയാളങ്ങളുമില്ല. അനേകം ക്യാൻസർ ബാധിച്ച സഹോദരങ്ങൾ ഈ പ്രാർത്ഥനയുടെയൊക്കെ പിറകിൽ പോയി നഷ്ടപ്പെട്ടു പോയി. ചികിത്സിക്കേണ്ട സമയത്ത് അവർ ഇതുപോലെയുള്ള പൈശാചികമായ തന്ത്രങ്ങൾ വീണുപോയി. പ്രിയപ്പെട്ടവരെ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് നാം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ആശുപത്രിയിൽ കർത്താവായ യേശു ക്രിസ്തു ഡോക്ടർമാരെയോ നഴ്സുമാരെയോ ആരെയും ഒന്നും ബൈബിളിൽ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, വൈദ്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഗിലെയാദിലെ തൈലത്താൽ അവിടെ പൂശണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം, ഹിസ്കിയാവിൻ്റെ ആ രോഗസമയത്ത് അത്തിപ്പഴ കൊട്ട കൊണ്ടുവന്ന് അത്തിപ്പഴ മുറിവിൽ വെച്ചതായിട്ടുള്ള ഓർമ്മ നാം മനസ്സിലാക്കണം. ചികിത്സിക്കേണ്ടതായ കാര്യങ്ങൾക്ക് പ്രാർത്ഥനയോടെ നാം ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർക്കം ധരിച്ചുകൊള്ളണം. വെളിച്ചത്തിൻ്റെ ആയുധവർക്കം നാം ധരിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവർ, രാത്രി കഴിയാറായിരിക്കുന്ന സമയം, വെളിച്ചം വരാറായിരിക്കുന്നതായ സമയം, നാം സമയമുള്ളിടത്തോളം വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ തക്കവണ്ണം മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തിയത് യോഹന്നാൻ 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യണം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഒരു പാസ്റ്ററെ ഞാൻ പറയുന്നതിൽ പ്രയാസം വിചാരിക്കരുതേ. ഞാൻ ഒരു ഉദാഹരണം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ അമ്മ ചെന്ന്, ഞാൻ പാസ്റ്റർ എന്ന് ആദ്യം പറഞ്ഞു, അവിടെ അമ്മ ചെന്ന് വിളിക്കാടാ മോനെ നീ എണീക്കേ. 2-3 പ്രാവശ്യം അമ്മ വിളിച്ച് എണീക്കാൻ പറഞ്ഞു, എന്നാൽ എണീറ്റില്ല. അവസാനം അമ്മ പറഞ്ഞു, മോനെ നീ പള്ളിയിലെ പാസ്റ്റർ, ഇന്ന് ആരാധനയുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഓർമ്മ വന്ന് എണീറ്റത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനിന്ന് എല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുക, ആത്മീയമായ ഉറക്കത്തിലായിരിക്കുക. ദൈവവേലയിലായിരുന്നാലും മറ്റു വേലകളിലായിരുന്നാലും ലഭിക്കപ്പെട്ടതായ സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ലഭിക്കപ്പെട്ട എല്ലാ വേലകൾക്കുമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം, നന്മ പറയണം, നന്ദി ചൊല്ലണം, അതുപോലെ സ്തോത്രം പറയണം, മഹത്വം പറയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം.
അതായത് രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. ആ പ്രകാശം നമ്മളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മാതൃക യേശുവായിരുന്നു. യേശു കഠിന അധ്വാനി ആയിരുന്നു, നമ്മുടെ ഒരു വേലക്കാരനായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. തൻ്റെ ഉപയോഗപ്രദമായ ജീവിതം അവൻ കുട്ടിക്കാലം മുതലേ തുടങ്ങിയതായിട്ട് നാം മനസ്സിലാക്കണം. 12-ാം വയസ്സിൽ അവൻ തൻ്റെ പിതാവിൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി. 12-ാമത്തെ വയസ്സിൽ അവൻ തൻ്റെ പിതാവിൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി. നമ്മളുടെ കുഞ്ഞുങ്ങളെ അവർക്ക് ബാലശിക്ഷയിൽ അവരെ വളർത്തുകയും അവരെ കോപിപ്പിക്കാതെ അവരെ വളർത്തുകയും ദൈവത്തിൻ്റെ പഥ്യോപദേശത്തിൽ വളർത്തുകയും ചെയ്താൽ അപ്പനും അമ്മയും ദുഃഖിക്കേണ്ടി വരികയില്ല. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് പരസ്യ ശുശ്രൂഷകൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് യേശു നല്ല പണിക്കാരനായിരുന്നു. അവൻ്റെ ശുശ്രൂഷയും ഒരിക്കലും അലസതയില്ലാതിരുന്നു. ശുശ്രൂഷകളെല്ലാം ആത്മീയമായി നിറവുള്ളതായിരുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തിലായിരുന്നു, ആത്മീയ നിറവിലായിരുന്നു. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് സമർപ്പണത്തോടെയുള്ള പ്രാർത്ഥനയായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരപ്പൻ മകനെ ഇതാ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ചുഴലി രോഗം ബാധിച്ചതായ മകനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ അപ്പൻ മുമ്പോട്ട് വന്ന് പറയുന്നു, ജനക്കൂട്ടമെല്ലാം നോക്കിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു ശബത നാളിൽ അവിടെ കൊണ്ടുവന്നപ്പോൾ എന്താണ്? ഗുരു, നിന്റെ ശിഷ്യന്മാരോട് എൻ്റെ മകനെ സൗഖ്യമാക്കാൻ പറഞ്ഞു, പക്ഷേ അവർക്ക് സാധിച്ചില്ല. യേശു പറഞ്ഞ മറുപടി, അകൃത്യവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്ര കണ്ട് നിങ്ങളോടിരിക്കും, നിന്റെ മകനെ കൊണ്ടുപോ. അദ്ദേഹം അവിടെ ആ അപ്പൻ ആ മകനെ കൊണ്ടുവന്നു. ചുഴലി രോഗം ബാധിച്ചതായ മകൻ അവിടെ കിടന്ന് കുറേ ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണിച്ചു. യേശു ചെന്ന് ചാടി ബഹളമുണ്ടാക്കി, അവനെ വിട്ട് ചാടിപ്പിച്ച്, പിശാചിനെ വിട്ട് ചാടിപ്പിച്ച്, യേശുവും തുള്ളിച്ചാടി. ആ പേര് പറയാൻ പോലും യോഗ്യതയില്ല, എങ്കിലും ഞാൻ പറയുകയാ, അവിടെ കിടന്ന് തുള്ളിച്ചാടിയോ? സാത്താനെ വിട്ടുമാറ എന്ന് പറഞ്ഞ് ഉറക്കെ കിടന്ന് ബഹളം കാണിച്ചോ? ചാടിയോ? ബഹളം കാണിച്ചോ? തുള്ളിച്ചാടിയോ? ഡാൻസ് കളിച്ചോ? ഒരിക്കലുമില്ല. യേശു ആ ബാലൻ്റെ അല്ലെങ്കിൽ യൗവനക്കാരൻ്റെ അടുക്ക ചെന്നപ്പോൾ യേശുവിൻ്റെ നിഴൽ ആ മകൻ്റെ ദേഹത്ത് തട്ടിയപ്പോൾ അവൻ സുബോധമുള്ളവനായി സൗഖ്യമുള്ളവനായി എഴുന്നേറ്റ് അപ്പന് കൊടുക്കുവാൻ തക്കവണ്ണം, യോഗ്യനായ ദൈവമേ, നിന്റെ നാമത്തെ ഞങ്ങൾ ഭയപ്പെടുകയാണ്, നിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്, നിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ് കർത്താവേ. അവിടുന്ന് മഹാദൈവമായിരിക്കാൻ സ്തോത്രം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പരസ്യ ശുശ്രൂഷകളിലെല്ലാം വളരെ ഉത്സാഹമുള്ളവനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെയാണ് എൻ്റെ ആഹാരം. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി അത് തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. പിശാച് അവനെ പരീക്ഷിച്ചപ്പോൾ, കല്ലിനെ അപ്പമാകാൻ കൽപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു എന്ന് സാത്താനെ തോൽപ്പിച്ചതായ ദൈവത്തെ പോലെ നമുക്ക് അവൻ തന്നിരിക്കുന്ന ഉദാഹരണം പോലെ നമ്മളും ജീവിക്കണം. അത് മാതൃകയാണ്. യേശു സാത്താൻ അവനെ വീണ്ടും പരീക്ഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, സാത്താൻ അവിടെ കള്ളമാ പറഞ്ഞത്. ലോകം അവനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന്. കാരണം ആദാമിനെയും ഹവ്വയും തോൽപ്പിച്ചപ്പോൾ അവൻ വിചാരിച്ചു ലോകം അവൻ്റെ കയ്യിൽ പോകുമെന്ന്. നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. എന്നാൽ യേശു കർത്താവ് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. പ്രിയപ്പെട്ടവരെ, ആ മാതൃക നമ്മൾ തുടരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടുക്കൽ വന്നവർ വിടുതലില്ലാതെ പോയില്ല. യേശുവിന് ഓരോ ഹൃദയവും പരിചയമുള്ളതായിരുന്നു. ഓരോന്നിൻ്റെ ആവശ്യമനുസരിച്ച്, ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് യേശു ശുശ്രൂഷിച്ചു. യേശുവിൻ്റെ വാക്കുകളിൽ നിന്ന് ആശ്വാസത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വാക്കുകളാണ് വന്നത്. സ്വർഗീയ രാജ്യത്തിൻ്റെ മഹത്തായ തത്വങ്ങൾ ജനക്കൂട്ടത്തിന് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലാണ് യേശു പറഞ്ഞു കൊടുത്തത്. ഞാൻ പലപ്പോഴും കർത്താവിൻ്റെ വചനങ്ങളെ തയ്യാറാക്കുമ്പോൾ സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെടുക്കാറുണ്ട്. കർത്താവ് അപ്രകാരം മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ ഉപമകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ബഥനിയിലെ ലാസറിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം അവിടെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവൻ മാർത്തയുടെയും മറിയയുടെയും അടുക്കൽ ചെല്ലുമ്പോൾ, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. 96 മണിക്കൂറുകൾ. യേശു പറഞ്ഞു, ഇത് ദൈവനാമ മഹത്വത്തിനായി. അവൻ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. മരണത്തെ ഉറക്കത്തോട് ഉപമിച്ച് ശരിയായ രീതിയിൽ നമ്മളെ പഠിപ്പിച്ച കർത്താവെ,
മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന്, ഉറക്കമാണെന്നും, ഒരു മരിച്ചുപോയ മനുഷ്യൻ അവൻ എഴിച്ച് ആത്മാവിനെ പോലെ വന്ന് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യില്ല എന്ന് സത്യം പഠിപ്പിച്ച ദൈവമേ, നിനക്ക് ഞങ്ങൾ വന്ദനം ചൊല്ലുന്ന കർത്താവേ. പ്രിയപ്പെട്ടവരെ, അവിടെ ലാസറിനെ എവിടെ വച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സ്ഥലം കാണിച്ചു കൊടുത്തു. യേശു അവിടെ ചെന്നിട്ട് കല്ല് നീക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കല്ലുകളെ, തടസ്സമായിരിക്കുന്ന കല്ലുകളെ, യേശുവിന് കടന്നു വരാൻ തടസ്സമായിരിക്കുന്ന കല്ലുകളെ മാറ്റണം. അവിടെ കല്ല് മാറ്റി, ഉരുട്ടി മാറ്റി. അവിടെ അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ലാസർ കയറി വാ എന്ന് ഉറക്കെ പറഞ്ഞു. എന്താണ് ലാസർ? അത് ദേഹത്ത് കെട്ടിയിരുന്ന ഉറുമാലുകളോടുകൂടി അവൻ കയറി വന്നു. പ്രിയപ്പെട്ടവരെ, ആ അത്ഭുതം നാം ചിന്തിക്കണം. ലാസർ മരിച്ച് നാറ്റം വെച്ചവനായിരുന്നു. ആ യേശുവിനെ ഉയർപ്പിച്ചതായ ദൈവം, സാധുക്കളോട് കരുണ കാണിക്കുന്ന ദൈവം, സാധുക്കളോട് മനസ്സലിയുന്ന ദൈവം, സാധുക്കളെ സഹായിക്കുന്ന ദൈവം, സാധുക്കളെ അനുഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവമാണ് നമ്മുടെ കർത്താവ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, താൻ വളർന്ന നാസറേത്തിൽ വന്നു, പതിവ് പോലെ. അതും മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആ മാതൃകയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ യേശു പതിവ് പോലെ പള്ളിയിൽ പോയി വായിപ്പാൻ എണീറ്റ് നിന്നതും പ്രാർത്ഥിച്ചതും ഒക്കെയുമുള്ള മാതൃക നമ്മുടെ ജീവിതത്തിലുണ്ടോ? അവൻ വായിച്ചു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം വായിപ്പാൻ അവനെ വിളിച്ചു. അവൻ മുമ്പോട്ട് പോയി യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം ചുരുളെടുത്ത് വായിച്ചു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അയച്ചിരിക്കാൻ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. കുരുടർക്ക് കാഴ്ചയും മുടന്തർക്ക് സൗഖ്യവും, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ മാതൃക നോക്കുക. എല്ലാവരോടും കരുണ, എല്ലാവരോടും സ്നേഹം. കുഷ്ഠരോഗിയോ തൊട്ട്, അന്ന് കുഷ്ഠരോഗികളെ തൊടില്ലായിരുന്നു, അവൻ തൊട്ട് സൗഖ്യപ്പെടുത്തി, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാക്കണം, 18 സംവത്സരം രക്തസ്രാവം ഉണ്ടായിരുന്നതായ സഹോദരിയുടെ സൗഖ്യത്തിന് വേണ്ടി അവൾക്ക് തൊങ്ങൽ വന്ന് തൊടാൻ കണക്കിന് യേശു അവളുടെ അടുക്കലേക്ക് ചേർന്ന് നടന്നു. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവനിൽ നിന്ന് സൗഖ്യം കിട്ടുവാൻ, അവനിൽ നിന്ന് ശക്തി കിട്ടുവാൻ അവൻ നമ്മളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. അതാണ് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, ബർത്തിമായി നിങ്ങൾ മനസ്സിലാക്കണം, അവൻ്റെ പ്രാർത്ഥന നിങ്ങൾ മനസ്സിലാക്കണം. ബർത്തിമായി അവിടെ പട്ടണത്തിലേക്കുള്ള വഴിയിലെ റോഡിൽ, ആ മൺ റോഡിൽ അവൻ്റെ പുതപ്പും അവൻ്റെ സമ്പാദ്യമായിരുന്ന പുതപ്പുമായി അവൻ ഇരിക്കുമ്പോൾ യേശുവും കൂട്ടനും കടന്നു പോവുകയായിരുന്നു. അവൻ അടുത്തിരുന്ന ആളോട് ചോദിച്ചു, ഇതാരാണ്? യേശു കടന്നു പോകുന്നു. യേശുവിനെക്കുറിച്ച് അവൻ കേട്ടിരുന്നു, ആ മാതൃക അവൻ അറിഞ്ഞിരുന്നു, ആ നല്ല മാതൃകയെ പിന്തുടരുവാൻ അവൻ ആഗ്രഹിച്ചു. ആ മാതൃകയിൽ അവന് സൗഖ്യം കിട്ടുമെന്ന്, ആ മാതൃകയിൽ അവന് സൗഖ്യം കിട്ടുമെന്ന് അവൻ വിചാരിച്ചു, അവൻ മനസ്സിലാക്കി, അവൻ ഉറപ്പിച്ചു. അവൻ വിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ വിളിച്ചു. എന്നാൽ അവൻ്റെ കൂടെ ഇരുന്ന ജനം, മിണ്ടരുത്, അടങ്ങിയിരിക്കെ, മിണ്ടിപ്പോകരുത്, പൊട്ടക്കണ്ണ, ഇങ്ങനെ വിളിച്ചു. എന്നാൽ അവൻ ശക്തിയോടെ, ദാവീദ് പുത്ര, കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു അവിടെ നിന്നു. നമ്മുടെ പ്രാർത്ഥനകളും ഇങ്ങനെ ആയിരിക്കണം. ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. സിയോനിൽ നിന്റെ ശബ്ദത്തെ കാഹളം പോലെ ഉയർത്ത്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇറങ്ങി വരുവാൻ പോവുകയാണ്. അപ്രകാരമുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, യേശു അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അവനെ കൊണ്ടുവരൂ. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? എനിക്ക് കാഴ്ച വേണം. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദീനക്കാരൻ്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുന്നു. കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞു. അവൻ വളരെ സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട്, സന്തോഷത്തോടെയുള്ള കരച്ചിലോട് പറഞ്ഞു, എനിക്കിപ്പോൾ കാണാം. അവിടെ എഴുതിയിരിക്കുന്ന തിരുവചനത്തിൽ അവൻ പുതപ്പ് വിട്ടേച്ച് അവനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ അനുഗാമികളെന്ന് പറയുന്നവർ വളരെ ചുരുക്കമാണ്. ആവശ്യത്തിന് മാത്രം പ്രാർത്ഥിക്കുന്നവർ, നന്മ കിട്ടാൻ പ്രാർത്ഥിക്കുന്നവർ, സമ്പത്ത് കിട്ടാൻ പ്രാർത്ഥിക്കുന്നവർ, വിദ്യാഭ്യാസത്തിൽ ഉയർച്ച കിട്ടാൻ പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെ നീ യഥാർത്ഥത്തിൽ മാതൃകയായി സ്നേഹിക്കുന്നുണ്ടോ? അത് നീ മനസ്സിലാക്കണം. ആ മാതൃകയായി സ്നേഹിക്കുന്ന ആ നല്ല ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ
കാണിക്കുന്നവനായ നമ്മുടെ ദൈവം, നമുക്കുള്ള മഹാപുരോഹിതൻ, നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് പാപത്തിൻ്റെ പരീക്ഷണത്തിൽ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുവെങ്കിൽ പ്രാർത്ഥിച്ചാൽ അവന് മനസ്സിലാകും. കാരണം യേശു കർത്താവ് ദൈവവുമായിരുന്നു, മനുഷ്യനുമായിരുന്നു. അതുകൊണ്ട് മനുഷ്യരുടെ വേദനയും പ്രയാസവും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാർക്ക് മാതൃകയായ ആ ദൈവം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടം വളരെ സൂക്ഷ്മതയോടെ പഠിക്കണം. എന്നാൽ അവൻ്റെ ആദ്യകാല പഠിപ്പിക്കലുകൾ ആരും ശ്രദ്ധിക്കാറില്ല. അവൻ്റെ ഭവന ജീവിതമാണ് ഏറ്റവും കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും മാതൃകയാകേണ്ടത്. രക്ഷകൻ സ്വയം ദാരിദ്ര്യത്തിന് തയ്യാറായി. കാരണം നാം എങ്ങനെയാണ് ദൈവമായി അടുത്ത് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുവാൻ, ജീവിതത്തിൻ്റെ സാധാരണമായ കാര്യങ്ങളിൽ തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തുവാനും പ്രീതിപ്പെടുത്തുവാനുമാണ്, സന്തോഷപ്പെടുത്തുവാനുമാണ് അവൻ ജീവിച്ചത്. യേശു വേല ആരംഭിച്ചത് സാധാരണക്കാരൻ്റെ അന്നത്തേക്കുള്ള അപ്പത്തിന് വേണ്ടിയുള്ള വേലയെ അവിടെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്, പ്രദർശിച്ചുകൊണ്ടാണ്. തച്ചനായി വേല ചെയ്തപ്പോഴും ജനക്കൂട്ടത്തിൽ അതിശയങ്ങൾ പ്രവർത്തിച്ചപ്പോഴും യേശു ദൈവവേല തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നാം മനസ്സിലാക്കണം. പലരും പറയുന്നത് 30 വയസ്സിന് മുമ്പേ വേല ചെയ്തെന്ന്. എന്നാൽ ഈ യേശു ഈ ലോകത്തിൽ വന്നപ്പോഴേ ഒരു തീരുമാനമായിരുന്നു. കാരണം അവൻ ഇമ്മാനുവേൽ എന്നാ, ദൈവം നമ്മോട് കൂടെ എന്നാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും യഹോവയിൽ നമ്മൾ ഒരു മാതൃക നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 95-ാം അധ്യായം 7-8 വാക്യം, അവൻ നമ്മുടെ ദൈവമാകുന്നു. അവിടെ സങ്കീർത്തനം 95-ാം അധ്യായം 7-8 വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവിടെ അവൻ നമ്മുടെ ദൈവമാകുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടെ, പൂർണ്ണ സമർപ്പണത്തോടെ, മാതൃകയുള്ള ഒരു ജീവിതമായി ദൈവത്തിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. യഹോവയുടെ മാതൃക നമുക്ക് അനുകരിക്കാം. റോമർ 13-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രാത്രി കഴിയാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഒന്നിരുട്ടായാൽ എല്ലാ പാപങ്ങളും നമുക്കറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, പട്ടണങ്ങളിലായാലും ഗ്രാമപ്രദേശങ്ങളിലായാലും ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതിൽ വീഴാതെ വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്നവരായി ദൈവത്തിൻ്റെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ലജ്ജിച്ചു പോകാൻ ഇടവരുത്താതെ യേശു എന്ന മാതൃകയിൽ നമുക്ക് ജീവിക്കാം. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, അപ്പച്ച, അമ്മച്ചി, പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇത് വ്യർത്ഥമായി പോകുവാൻ ഇടവരാതെ വണ്ണം നിങ്ങളെ ദൈവം കാക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇതുവരെയും അവിടുത്തെ വചനം ഞങ്ങൾക്ക് കേൾപ്പാൻ, ശ്രവിക്കുവാൻ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കേൾക്കുവാൻ തക്കോണം ഞങ്ങൾ ഇടവരുത്തിയല്ലോ. സ്തോത്രം. കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറച്ചതിനായി സ്തോത്രം. മാനവും മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ അഭിപ്രായവും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നു. താഴെ കാണുന്ന വിലാസത്തിൽ ദയവായി ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി തുടർന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും ഒരുപോലെ സമൃദ്ധിയായി എന്നും എന്നേക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.